തൃശൂർ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവിനെതിരെ നഗരസഭാ സെക്രട്ടറി കേസ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ. സമരം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുല്ലശ്ശേരി ഉപജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്. ഏനാമക്കൽ സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന മത്സരം PTA പ്രസിഡന്റ് ജോസ് വാവേലി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോഷി പോൾ, ജോബി ജോസ് എടക്കളത്തൂർ, ജിമ്മി ബേബി, KJ പയസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരുമ്പിലാവിൽ പണം ചോദിച്ചത് നൽകാത്തതിൽ ചപ്പാത്തിക്കട അടിച്ചു തകർത്തു. പെരുമ്പിലാവ് സ്വദേശി ഹൈദ്രോസിന്റെ ടേസ്റ്റി ഫുഡ് ചപ്പാത്തിക്കടയാണ് രാജേഷ് ഇരുമ്പ് വടികൊണ്ട് അടിച്ചു തകർത്തത്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. തൃശൂർ വേലൂർ സ്കൂൾ ശതാബ്ദി വാർഷികത്തിൽ ജനപങ്കാളിത്തം കുറഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. വാർഷികം രാഷ്ട്രീയവൽക്കരിച്ചെന്ന ആരോപണം. വരും ദിവസങ്ങളിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും വേലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ സ്വകാര്യ ബസ് കാറിലിടിച്ച് അപകടം. ആളപായമില്ല. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുൻപിൽ പോവുകയായിരുന്ന കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശവും ബസിന്റെ മുൻവശവും ഭാഗികമായി തകർന്നു. കൊല്ലം മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ രാജ്യാന്തര സമ്മേളനം ഈ മാസം 11, 12, 13 തീയതികളിൽ നടക്കും. പത്തനാപുരം മൗണ്ട് താബോർ ദയറായിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. കോളേജിലേക്ക് പോവുകയായിരുന്ന 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഓല കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്.